സ്നേഹമുള്ളവരെ, 1950കളിൽ മലബാർ കുടിയേറ്റ കാലഘട്ടത്തിൽ മധ്യ തിരുവിതാംകൂറിൽ നിന്ന ക്രൈസ്തവരെ മക്കളെ പോലെ സ്നേഹിച്ച വിശുദ്ധരായ മുസ്ലിം വ്യക്തിത്വങ്ങളുണ്ടായിരുന്നു. ഇസ്ലാമിക സമൂഹമുണ്ടായിരുന്നു. ഗൾഫിൽ മണലാരണ്യത്തിൽ ചെന്നവർക്ക് താങ്ങും തണലുമായ മുസ്ലിം സമുദായത്തിലെ നല്ലവരായ വ്യക്തിത്വങ്ങൾ. ഒരിക്കലും ക്രിസ്ത്യാനിറ്റിയും മുസ്ലിംസും തമ്മിൽ ബഹളങ്ങളോ പിണക്കോ ഇല്ലായിരുന്നു. പ്രശ്നം ആരംഭിച്ച അടുത്ത കാലങ്ങളിൽ തീവ്രവാദ പ്രസ്ഥാനം, കള്ളക്കടത്ത്, മയക്കുമരുന്ന്, രാജ്യദ്രോഹം, ഇങ്ങനെ കുറെ വ്യക്തികൾ ആ സമൂഹത്തിൽ തന്നെ വന്നു. കാരണം പത്രത്തിൽ ആ പേരുകളാണ് കാണുന്നത്. അതുകൊണ്ട് പറയുന്നു അവരെക്കുറിച്ച്. ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവരെക്കുറിച്ച് പറയും, ഹിന്ദുവാണ് അവരാണെന്ന് പറയും, മുസ്ലിംസ് ആണെങ്കിൽ അവരെന്ന് പറയും. അതിനായി അരിശപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഒരു ശത്രുതാ മനോഭാവം വന്നത്. ഒരിക്കലും ക്രൈസ്തവർ മുസ്ലിങ്ങളെ വെറുത്തിട്ടില്ല, പിണങ്ങിയിട്ടുമില്ല. ആദരണീയനായ കല്ലറങ്ങാടി പിതാവിന്റെ വാക്കുകൾ വളച്ചൊടിച്ചവരാണ്. അത് മൊത്തം ഒന്ന് വായിച്ചിട്ട് രാഷ്ട്രീയക്കാർക്ക് പ്രതികരിക്കാമായിരുന്നു. മൊത്തം മനസ്സിലാക്കിയിട്ട് ഒരു മതത്തിൽപ്പെട്ടവർക്ക് പ്രതികരിക്കാമായിരുന്നു. ഭീഷണിയുടെ സ്വരവുമായിട്ട് വരുന്നതിന് പകരം കൂട്ടത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്നവരെ നിയന്ത്രിക്കാൻ ആദ്യമായിട്ട് പഠിക്കുക. ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ എന്നും ഉണ്ടാവും. അത് സമൂഹത്തെ വെറുക്കുന്നതല്ല, ഈ വ്യക്തികളോടുള്ള പിണക്കമാണ് പറയുക. അഡ്വക്കേറ്റ് ജയശങ്കർ സാർ പറഞ്ഞതുപോലെ ചിന്താവിഷയമായിട്ട് ചർച്ച ചെയ്യുക. അതിനുള്ള മനസ്സ് നമ്മൾ പാലിക്കുക. ലോകത്തിന്റെ ഏറ്റവും വലിയ അപകടം നല്ലവരുടെ നിശബ്ദതയാണ്. എന്ത് തെറ്റ് കണ്ടാലും മൗനം പാലിക്കുക, പറയാതിരിക്കുക. പറഞ്ഞാൽ സൈബർ അറ്റാക്കിലൂടെ അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. അത് ശരിയല്ലല്ലോ. തെറ്റ് ചെയ്യുന്നവരെ തിരുത്താൻ സമുദായ നേതാക്കൾക്ക് കഴിയണം. മുനീറിനെ പോലെ നല്ലവരായ നേതാക്കന്മാര് അഫ്ഗാനിസ്ഥാനിലെ കിരാത ഭരണത്തിനെതിരെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വരെ ഭീഷണി ഉണ്ടായ നാട്ടിൽ ആരെന്തു പറഞ്ഞാലും ഉണ്ടാവും. ഇപ്പം പിതാവിനെതിരെ ഉണ്ടായി. ഒരിക്കലും കത്തോലിക്ക സഭയോ അഭിമന്യ പിതാവോ മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞിട്ടില്ല. ചാനലുകാർ വ്യാഖ്യാനിച്ചും രാഷ്ട്രീയക്കാർ വോട്ടിന് വേണ്ടി മുതലെടുത്തും ഇത് വ്യാഖ്യാനിച്ചതാണ്. പിതാവ് സ്വന്തം മക്കളോട് കൊടുത്ത സ്നേഹത്തിന്റെ ഉപദേശം ആ അർത്ഥത്തിൽ കണ്ടാൽ മതി. ഇതിന്റെ പേരിൽ ഒരു മതപരമായ വൈരാഗ്യം, വെറുപ്പ് ഉണ്ടാകാതിരിക്കട്ടെ. നമുക്ക് അഭിമന്യ പിതാവിന്റെ വാക്കുകൾ അതേ അർത്ഥത്തിൽ മനസ്സിലാക്കാം. എല്ലാവിധ പിന്തുണയും അദ്ദേഹത്തിന് നൽകാം. ഒരു സ്നേഹ സമൂഹമായി നമുക്ക് വളരാം. അതിന് ദൈവം നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ. ആമേൻ.